ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് കട്ടപ്പുറത്തായതിനു കാരണം ഇറാന്റെ ആക്രമണമാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വിമാനവാഹിനി കപ്പലിലുണ്ടായ തീപിടുത്തം ഇറാന്റെ മിസൈൽ ആക്രമണമേറ്റാണ് എന്നാണ് സൂചന. നേരത്തെ ഇറാൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നുവെങ്കിലും സാങ്കേതിക തകരാർ മൂലമുണ്ടായ തീപിടുത്തമെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വാദിച്ചിരുന്നത്. ആ വാദമാണിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. USS ജെറാൾഡ് ചുരുങ്ങിയത് 1 വർഷത്തേക്കാണ് കമ്മീഷനിൽ നിന്ന് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ നാവികസേനയിലെ ഏറ്റവും നൂതനമായ ഈ വിമാനവാഹിനി കപ്പൽ ആണവോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. യുദ്ധമുഖത്തെ കുന്തമുനയായി അറിയപ്പെടുന്ന USS ജെറാൾഡിനെ കൊട്ടിഘോഷിച്ചാണ് പശ്ചിമേഷ്യയിലേക്ക് ട്രംപ് നിയോഗിച്ചിരുന്നത്. എന്നാൽ ഈ വിമാനവാഹിനി കപ്പലിനെതിരെ വ്യാപക ആക്രമണമാണ് ഇറാൻ സേന നടത്തിയിരിക്കുന്നത്. ഇതിനിടെയാണ് തീപിടുത്തവും ഉണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് അമേരിക്കയുടെ മറ്റൊരു വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണെ ഇറാൻ ആക്രമണം ഭയന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മാറ്റേണ്ട ഗതികേടും അമേരിക്കൻ സൈനിക നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ച USS ജെറാൾഡ് അറ്റകുറ്റപ്പണികൾക്കായി നിലവിൽ കൊറേഷ്യയിലെ സ്പ്ലിറ്റ് തുറമുഖത്തിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. പഴയ രൂപത്തിലേക്ക് ഈ കപ്പലിനെ കൊണ്ടുവരാൻ ചുരുങ്ങിയത് 12 മുതൽ 14 മാസം വരെ എടുത്തേക്കാമെന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ച് മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ അമേരിക്കൻ യുദ്ധക്കപ്പലാണ് USS ജെറാൾഡ്. ഇതിന് $13.2 ബില്യൺ ചിലവാക്കിയിരിക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കപ്പലിന്റെ ഏറ്റവും പുതിയ നീണ്ട വിന്യാസം കഴിഞ്ഞ ജൂൺ 24-നാണ് ആരംഭിച്ചത്. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോകാൻ വെനസ്വേലയിലേക്ക് അമേരിക്ക നിയോഗിച്ചിരുന്നതും ഈ യുദ്ധക്കപ്പലിനെ ആയിരുന്നു. അവിടെ നിന്നാണ് ഇറാൻ യുദ്ധത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. മാർച്ച് പകുതിയോടെ യുദ്ധവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് USS ജെറാൾഡ് സൂപ്പർ കാരിയർ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തിടുക്കത്തിൽ പിൻവലിച്ചു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. സെൻട്രൽ കമാൻഡും ഇതുതന്നെയാണ് കാരണമായി പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ അമേരിക്കൻ സൈനിക നേതൃത്വമോ മാധ്യമങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. ഈ നടപടിയിലെ ദുരൂഹത പ്രതിരോധ വിദഗ്ധർ ഉൾപ്പെടെ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമാണ്. അത്യാധുനിക സംവിധാനമുള്ള സഞ്ചരിക്കുന്ന ഈ യുദ്ധഭൂമിയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തെ ഒരു ആക്രമണം കൊണ്ടായിരിക്കാം എന്നതാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ വിലയിരുത്തൽ. കപ്പലിനേറ്റ പരിക്കിന്റെ ആഴം വ്യക്തമാകുമ്പോൾ ഈ വാദത്തിനാണ് സ്ഥിരീകരണമാകുന്നത്. അതായത് അമേരിക്കയുടെ അഭിമാനമായ USS ജെറാൾഡ് എന്ന വിമാനവാഹിനി കപ്പലിലും ഇറാന്റെ മിസൈൽ കണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അറ്റകുറ്റപ്പണികൾക്കായി ക്രൊയേഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി കപ്പൽ ക്രീറ്റിൽ കുറച്ചുനേരം നങ്കൂരമിട്ടിരുന്നു. അവിടെ നിന്നാണ് വിവരങ്ങൾ ചോർന്നിരിക്കുന്നത്. 260 ദിവസങ്ങൾ പിന്നിട്ട USS ജെറാൾഡിന്റെ വിന്യാസം വിയറ്റ്നാം യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ കാരിയർ പാട്രോളിംഗിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. കപ്പൽ സൂയസ് കനാൽ കടന്ന് ചെങ്കടലിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മാർച്ച് 12-ന് പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ ഔദ്യോഗിക പ്രസ്താവനകൾ പ്രകാരം അപ്പോഴാണ് കപ്പലിന്റെ പ്രധാന സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ടതല്ലെന്നും അത് നിയന്ത്രണ വിധേയമാണ് എന്നുമാണ് അന്ന് സൈനിക നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. വിമാനവാഹിനി കപ്പൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി തുടരുന്നുവെന്ന് അന്ന് പറഞ്ഞ അതേ സെൻട്രൽ കമാൻഡ് തന്നെയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ കപ്പലിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ ഭയമുള്ള സൈനികരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന വിവരങ്ങളും ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം 30 മണിക്കൂർ നേരത്തേക്ക് നിന്നുകത്തിയ യുദ്ധക്കപ്പലിലെ തീ അണഞ്ഞതിനു ശേഷം പോലും അമേരിക്കൻ സൈനികരിൽ ഭയം വ്യക്തമായിരുന്നു എന്നതാണ്. സാങ്കേതിക കാരണങ്ങളാൽ മാത്രമുണ്ടായ തീപിടുത്തമായിരുന്നുവെങ്കിൽ USS ജെറാൾഡിലെ അത്യാധുനിക അഗ്നിശമന സംവിധാനങ്ങൾക്ക് ഈ തീ വളരെ പെട്ടെന്ന് അണയ്ക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് ഇറാൻ ആക്രമണത്തിലേക്ക് വിരൽ ചൂണ്ടാൻ വിമാനവാഹിനി കപ്പലുകളിൽ മുൻപ് ജോലി ചെയ്ത പരിചയമുള്ള ഉന്നതരെ അടക്കം പ്രേരിപ്പിച്ചിരിക്കുന്നത്. തീപിടുത്തത്തിൽ ഏകദേശം 4500 നാവികർ, സാങ്കേതിക ഉദ്യോഗസ്ഥർ, പൈലറ്റുമാർ എന്നിവരിൽ 600-ലധികം പേർക്ക് അവരുടെ കിടപ്പാടങ്ങൾ ഉൾപ്പെടെയാണ് നഷ്ടമായിരിക്കുന്നത്. ഒടുവിൽ മേശകളിലും തറകളിലും ഉറങ്ങാൻ നിർബന്ധിതരായി എന്ന അജ്ഞാത ജീവനക്കാരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തീപിടുത്തത്തിന് ശേഷം ജീവനക്കാർക്ക് തുണി അലക്കാൻ പോലും കഴിഞ്ഞിട്ടുമില്ല. മറ്റു നഷ്ടങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ടും ഇതുവരെ അമേരിക്കൻ മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടില്ല. USS ജെറാൾഡിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ അസാധാരണമായി വിമാനങ്ങൾ നിറഞ്ഞിരിക്കുന്നതായി കാണപ്പെട്ടത് ആന്തരിക ഹാങ്കറുകളിലും വിമാനമുയർത്തുന്ന സംവിധാനങ്ങളിലുമുള്ള പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ചുരുങ്ങിയത് 1 വർഷത്തേക്ക് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ പുറം ലോകം കാണില്ല എന്നതാണ്. അമേരിക്കൻ സൈനിക നേതൃത്വത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതോടൊപ്പം തന്നെ USS എബ്രഹാം ലിങ്കണും ഇറാന്റെ ആക്രമണത്തിൽ ചില കേടുപാടുകൾ സംഭവിച്ചതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ യുദ്ധക്കപ്പൽ എന്തായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടിരിക്കുന്നത്. പഴയകാല യുദ്ധസന്നാഹവുമായി ചെന്നാൽ പുതിയ കാലത്ത് അതൊന്നും വിലപ്പോകില്ലെന്ന സന്ദേശമാണ്
കൃത്യമായ പ്രത്യാക്രമണത്തിലൂടെ അമേരിക്കക്ക് ഇറാൻ ഇപ്പോൾ നൽകി വരുന്നത്. അതാകട്ടെ വ്യക്തവുമാണ്.